നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗാളിൽ നേടിയ വൻ വിജയം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര നിമിഷമാണ്. ബി.ജെ.പിക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു നിമിഷമായിരുന്നു ആ വിജയം. 77 സീറ്റിൽ നിന്നും 207 സീറ്റിലേക്ക് പാർട്ടി വളരുകയും പാർട്ടി ബംഗാളിൽ അധികാരം പിടിച്ചെടുക്കുകയും കഴിഞ്ഞ 15 വർഷമായി ബംഗാളിനെ കുത്തകയാക്കി ഭരിച്ചുകൊണ്ടിരുന്ന മമതാ ബാനർജിയുടെ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ കഴിഞ്ഞുവെന്നുള്ളതും ശ്യാമപ്രസാദ് മുഖർജി എന്ന പാർട്ടിയുടെ സ്ഥാപകൻ്റെ സംസ്ഥാനത്ത് ഭരണം പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ബി.ജെ.പി പ്രവർത്തകരെയും അതുപോലെ തന്നെ നേതാക്കളെയും സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ കാര്യമായിരുന്നു, അല്ലെങ്കിൽ അഭിമാന നിമിഷങ്ങളായിരുന്നു. പക്ഷേ പാർട്ടി ഈ വിജയം ബംഗാളിൽ ആഘോഷിക്കുമ്പോഴും ബി.ജെ.പി ക്യാമ്പിനെ ഞെട്ടിച്ച ഒരു വാർത്ത അത് ചന്ദ്രനാഥിൻ്റെ കൊലപാതകമാണ്. ചന്ദ്രനാഥ് ഇപ്പോൾ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട സുവേന്ദു അധികാരിയുടെ ഏറ്റവും അടുത്ത സഹായിയാണ്. അദ്ദേഹത്തിൻ്റെ PA ഒക്കെയാണ്. അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ആസൂത്രണത്തിലും പ്രചരണത്തിലുമൊക്കെ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു യുവാവാണ്. അദ്ദേഹം വ്യോമസേനയിൽ നിന്നും വിരമിച്ച ഒരു യുവ സൈനികനാണ്. അദ്ദേഹവുമായും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായും സുവേന്ദു അധികാരി എന്ന ബി.ജെ.പി നേതാവിന് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ബംഗാൾ മുഖ്യമന്ത്രിക്ക് മാനസികമായി വലിയ അടുപ്പമുണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ട ചന്ദ്രനാഥ് വെടിയേറ്റ് മരിച്ചതിൽ, ഈ വിജയ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് വെടിയേറ്റ് മരിച്ചത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളവും സുവേന്ദു അധികാരിയെ സംബന്ധിച്ചിടത്തോളവും വലിയ ആശങ്കയും സങ്കടവും ഒക്കെ സമ്മാനിച്ച വാർത്തയായിരുന്നു. സുവേന്ദു അധികാരിയെ കൊന്നതാര് എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണം വ്യാപകമായി തന്നെ നടക്കുകയാണ്. കൊൽക്കത്ത പോലീസ് രൂപീകരിച്ച SIT പ്രത്യേക അന്വേഷണ സംഘമാണ് ചന്ദ്രനാഥിൻ്റെ കൊലപാതകികളെ കണ്ടെത്താനുള്ള വലിയ അന്വേഷണം നടത്തുന്നത്. ഇപ്പോൾ ആ അന്വേഷണത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നു. 3 പേർ അറസ്റ്റിലായി എന്നുള്ളതാണ് ആ വഴിത്തിരിവ്. ഈ 3 പേരും വാടക കൊലയാളികളാണ്, ഷാർപ്പ് ഷൂട്ടേഴ്സാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. കൃത്യമായി ആളെ വെടിവെച്ച് കൊല്ലാൻ പാകത്തിന്, അല്ലെങ്കിൽ ആളുകളെ വെടിവെച്ച് കൊല്ലാൻ പ്രത്യേക പരിശീലനം കിട്ടിയ വാടക കൊലയാളികളാണ് ഈ 3 പേരും. നമുക്കറിയാം, ചന്ദ്രനാഥ് കൊല്ലപ്പെടുന്നത് സഞ്ചരിക്കുന്ന കാറിനകത്ത് വെച്ചാണ്. കാറിന് പുറത്തു നിന്നും കൃത്യമായി ചന്ദ്രനാഥിൻ്റെ തലയ്ക്കും നെഞ്ചിനും വെടിയേറ്റിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ 1-2 വെടിയുണ്ടകൾ കൊണ്ട് ആളെ തീർക്കാൻ കൃത്യമായി പരിശീലനം ലഭിച്ച വ്യക്തികളാണ് ഈ കൃത്യം ചെയ്തിരിക്കുന്നത് എന്ന് അന്ന് തന്നെ എല്ലാവർക്കും ബോധ്യമായിരുന്നു. തൽക്ഷണം മരിക്കുകയായിരുന്നു ചന്ദ്രനാഥ്. അവിടെ നിന്നും അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനു പിന്നിൽ പ്രൊഫഷണൽ കരങ്ങളാണ് എന്ന് അന്ന് തന്നെ വ്യക്തമായിരുന്നു. അന്നത്തെ ആ വിലയിരുത്തലുകൾ ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ 3 പേർ അറസ്റ്റിലായിരിക്കുന്നത്. ഈ 3 പേരെയും അറസ്റ്റ് ചെയ്തത് ബീഹാറിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നുമാണ്. മായങ്ക് ശർമ്മ, വിക്കി സിംഗ് എന്ന് പറയുന്ന 2 ക്രിമിനലുകളെ ബീഹാറിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നു. രാജ് സിംഗ് എന്ന് പറയുന്ന മറ്റൊരു ക്രിമിനലിനെ ഉത്തർപ്രദേശിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നു. ബീഹാറിൻ്റെയും ഉത്തർപ്രദേശിലെയും പോലീസുമായി സഹകരിച്ചുകൊണ്ടാണ് ബംഗാൾ പോലീസ് ഈ അറസ്റ്റുകൾ നടത്തിയിരിക്കുന്നത്. ഇവർ കൊലപാതകത്തിന് ശേഷം എങ്ങോട്ടാണ് പോയത്, ഏത് വഴിയാണ് ബീഹാറിലെത്തിയത് അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെത്തിയത്, ആരൊക്കെയായിരുന്നു സഹായം ചെയ്തത്, ആരാണ് ഈ കൊലപാതകം നടത്താൻ ഇവരെ ഏൽപ്പിച്ചത് എന്നീ കാര്യങ്ങളാണ് ഇപ്പോൾ ബംഗാൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ 3 സംഘത്തെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും വളരെ കൃത്യമായ വിലപ്പെട്ട വിവരങ്ങൾ ലഭിക്കുമെന്നാണ് സൂചന. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ നടക്കുകയാണ്. കൊല്ലിച്ചവരിലേക്ക് കൃത്യമായി അന്വേഷണം നീളുക എന്ന ശ്രമമാണ്. അതിനനുസരിച്ചിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് ഇപ്പോൾ ബംഗാൾ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറ്റവാളികളെ, അതായത് ഈ 3 പേരും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കുപ്രസിദ്ധരായ ക്രിമിനലുകളാണ്. ഇവർക്ക് നേരത്തെയും സമാനമായ രീതിയിൽ വാടക കൊലയാളികളായി അറിയപ്പെട്ടിരുന്നവരാണ്. തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം അടക്കമുള്ള കേസുകൾ ഇവർക്കെതിരെ നേരത്തെയുമുണ്ട്. അങ്ങനെയുള്ള 3 പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇവർ വലയിലാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവർ സഞ്ചരിച്ചിരുന്ന ആ ഒരു കാറിൽ ടോൾ നൽകിയതാണ് എന്നുള്ളതാണ്. UPI പേയ്മെൻറ്റ് വഴി ടോൾ നൽകുമ്പോഴാണ് ഈ കാറിൻ്റെ സഞ്ചാരഗതി കൃത്യമായി മനസ്സിലാക്കാനും അതിനെ പിന്തുടർന്ന് പോലീസിന് ഇവരെ തേടി എത്താനും ഇവർക്ക് പിന്നാലെ പോലീസിന് എത്താനും സഹായിച്ചത് എന്നാണ് വിവരം. കൃത്യമായും ടെക്നിക്കൽ ഇൻ്റലിജൻസ്, മൊബൈൽ ഡേറ്റയും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പിന്തുടരൽ നടത്തിയത്
കണ്ടെത്തിയിരിക്കുന്നത്. അന്ന് ഈ ചന്ദ്രനാഥിൻ്റെ കൊലപാതക സ്ഥലത്ത് നിന്ന് തന്നെ ലഭിച്ച CCTV ഫൂട്ടേജുകളിൽ അക്രമികളെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഒരു ചുവന്ന കാറാണ് ചന്ദ്രനാഥിൻ്റെ കാറിൻ്റെ വേഗത കുറയ്ക്കും വിധം അതിൻ്റെ യാത്ര തടസ്സപ്പെടുത്തിയത്. അതിനുശേഷമാണ് വെടിയുതിർത്തത്. ഈ 3 പേരും ഈ കൊലപാതക സംഘത്തിൽ ഉണ്ടായിരുന്നുവെന്നും അവർ പിന്നീട് അവിടെ നിന്നും ഒരു ചുവന്ന കാറിൽ രക്ഷപ്പെട്ടുവെന്നും CCTV ദൃശ്യങ്ങളിൽ നിന്നും പോലീസിന് മനസ്സിലായിരുന്നു. ഈ കാറിൻ്റെ സഞ്ചാരഗതിയാണ് പിന്നീട് ടോൾ നൽകുന്നതിലൂടെ ട്രാക്ക് ചെയ്യാൻ പോലീസിന് സാധിച്ചത്. അത് പിന്നീട് ഇവരെ പിടികൂടുന്നതിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. എന്തായാലും ഇപ്പോൾ മൂവർ സംഘത്തെ വിശദമായി തന്നെ ബംഗാൾ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിദേശ ബന്ധമുണ്ടോ എന്നും രാഷ്ട്രീയ ബന്ധമുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ്. കാരണം നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലെല്ലാം BJP പ്രവർത്തകരെയും നേതാക്കന്മാരെയും BJPയുടെ പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചവരെയും എല്ലാം ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയിരുന്നു മമതാ ബാനർജിയുടെ മരുമകനായ അഭിഷേക് ബാനർജി. ചന്ദ്രനാഥ് ഭവാനിപ്പൂർ മണ്ഡലത്തിൽ, അതായത് മമതാ ബാനർജി മത്സരിക്കുന്ന ഭവാനിപ്പൂർ മണ്ഡലത്തിൽ മമതയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു. അങ്ങനെയുള്ള ചന്ദ്രനാഥിനെ കൊലപ്പെടുത്തിയത് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വമായിരിക്കാം എന്നാണ് BJP സംശയിക്കുന്നത്. ഇത് വ്യക്തമായി ആസൂത്രണം ചെയ്ത കൊലപാതകമാണെന്നും CBI അന്വേഷണം വേണമെന്നും ഈ സുവേന്ദു അധികാരിയുടെ കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പോൾ സംസ്ഥാന പോലീസ് SIT രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുകയാണ്. ആ അന്വേഷണത്തിലാണ് സുപ്രധാനമായ ലീഡ് ലഭിച്ചിരിക്കുന്നത്. വാടക കൊലയാളികൾ പിടിയിലായിരിക്കുന്നു. അവരിൽ നിന്നും യഥാർത്ഥ കൊലപാതകികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുക, അത് തെളിയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് തീർച്ചയായും വലിയ സങ്കീർണമായ കാര്യങ്ങളാണ്. അത് പലപ്പോഴും നടക്കാത്ത കാര്യങ്ങളാണ്. പക്ഷേ SIT ഇതിനു വേണ്ടി പരമാവധി ശ്രമിക്കുകയാണ്. ഇവർ ആർക്ക് വേണ്ടിയാണ് പണിയെടുത്തത്, ഇവരെ ആരാണ് ഇതിനു വേണ്ടി നിയോഗിച്ചത്, ഇങ്ങനെയുള്ള വാടക കൊലയാളികൾ എങ്ങനെയാണ് ബീഹാറിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും പശ്ചിമ ബംഗാളിൽ എത്തിയത്, കൊലപാതകത്തിന് ശേഷം അവരെങ്ങനെ തിരികെ മടങ്ങിപ്പോയി എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ SIT അന്വേഷിക്കുന്നത്. ശക്തമായ അന്വേഷണം തന്നെ നടക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ചന്ദ്രനാഥ് രാത്തിൻ്റെ കൊലപാതകവും അതിൻ്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അതിൻ്റെ തെളിവുകളെല്ലാം വളരെ കൃത്യമായി വളരെ വേഗത്തിൽ തന്നെ പുറത്തു കൊണ്ടുവരാനും അത് കേസിലൊരു തുമ്പുണ്ടാക്കാനും കൊൽക്കത്ത പോലീസിന് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി.